ഹലോ ഹായ് വെൽക്കം ടു ഓൾ. എല്ലാവരും സുഖമായി സേഫ് ആയിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നമ്മളിപ്പോൾ നോക്കുന്നത് നിങ്ങളുടെ എനർജിയും നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി എന്താണ്, കറണ്ട് ഫീലിങ്സ്, തോട്ട്, സിറ്റുവേഷൻ അങ്ങനെയൊക്കെ ഉള്ളത് ആൻഡ് നിങ്ങൾക്കുള്ള ഗൈഡൻസ്. ഓക്കെ, ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. സോ നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്നത് മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങളൊക്കെ വിട്ട് കളയുക. നെഗറ്റീവിനെ ജീവിതത്തിലേക്ക് അട്രാക്ട് ചെയ്യാതിരിക്കുക. ടൈംലെസ് ആയതുകൊണ്ട് ഈ റീഡിംഗ് നിങ്ങളുടെ മുന്നിലേക്ക് എപ്പോൾ വരുന്നോ അപ്പോൾ മുതൽ നിങ്ങൾക്ക് ഇത് റെസണേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഓർത്ത് വെക്കുക, ഇതൊരു കളക്റ്റീവ് ആൻഡ് ടൈംലെസ് റീഡിംഗ് ആണ്. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ റീഡിങ്ങിലേക്ക് പോവാം. എനർജി ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ട്, പോസിറ്റീവ് എനർജി ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ട് ലൈക്ക് ചെയ്യുക, ഒരു സബ് ചെയ്യുക. നിങ്ങളുടെ പേഴ്സണിനെ മനസ്സിലേക്ക് റിപ്പീറ്റ്ലി കൊണ്ടുവരിക. അവരുടെ കൂടെ സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല നല്ല മൊമെൻറ്റ്സ് നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. എന്താണ് നിങ്ങളുടെ എനർജി എന്നുള്ളത് നമുക്ക് ഫസ്റ്റ് നോക്കാം. അതോറിറ്റി ആണ് നിങ്ങളുടെ എനർജിയിൽ വന്നിട്ടുള്ളത്. അതിന് ക്ലാരിറ്റിക്ക് ഒരു കാർഡും കൂടി എടുക്കുകയാണ്. അതെനിക്ക് സെലിബ്രേഷൻ വന്നു. ഇനി നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി എന്താണെന്നുള്ളത് നോക്കാം. ട്രാപ്ഡ് ഇൻ ഫിയറും വിക്ടറി ആൻഡ് സക്സസ്സും ആണ് കേട്ടോ. ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് ടാരോട്ട് കാർഡ്സും കൂടി എടുക്കാം. നിങ്ങളുടെ എനർജിക്കുള്ള ക്ലാരിറ്റി, 8 ഓഫ് പെൻഡക്കിൾ, Knight of Swords, 9 of Swords, 7 of Wands ആൻഡ് ബോട്ടം ഓഫ് ദ ഡക്ക് നിങ്ങളുടെ എനർജിയിൽ 3 ഓഫ് പെൻഡക്കിൾ ആണ്. സോ നിങ്ങൾക്ക് ഇവിടെ ഫസ്റ്റ് തന്നെ അതോറിറ്റി ആണ് വന്നിട്ടുള്ളത്. ഇത് നിങ്ങളിപ്പം കൂടുതൽ ആളുകളും വീഡിയോസ് കാണുന്ന കൂടുതൽ ആളുകളും നിങ്ങളിലേക്ക് വളരെയധികം കോൺസെൻട്രേറ്റഡ് ആയി എന്നുള്ളതിനൊരു തെളിവാണ്. അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്നും നിങ്ങളിപ്പോൾ മൂവ് ഓൺ ആയിട്ടുണ്ട് ആൻഡ് സെലിബ്രേഷൻസ് നടക്കുന്നവരുണ്ട്. അതായത് ഇപ്പം പാസ്റ്റിൽ ഹോൾഡ് ചെയ്ത് നിൽക്കാതെ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള സന്തോഷങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുന്നുണ്ടാകും. ഫ്രണ്ട്സുമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടാകാം. അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഫാമിലിയിൽ എന്തെങ്കിലും സെലിബ്രേഷൻസ്, കാര്യങ്ങൾ, ട്രിപ്പ് പോവുക, ട്രാവൽ ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായിരിക്കാം. അപ്പം ഇങ്ങനെയുള്ള സിറ്റുവേഷൻ ആണ് നിങ്ങളുടെ എനർജിയിൽ കാണുന്നത്. പക്ഷെ ഇവിടെ ക്ലാരിറ്റി എടുത്ത സമയത്ത് നിങ്ങളുടെ എനർജീനകത്ത് നിങ്ങൾ ഹാപ്പിയാണ്, അതൊക്കെ ഇവിടെ കറക്റ്റ് ആണ്. പക്ഷേ സംടൈംസ് നിങ്ങൾക്ക് നിങ്ങളുടെ എനർജീനെ കൺട്രോൾ ചെയ്യാൻ പറ്റണില്ല. നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ആൻസൈറ്റി ഉണ്ടാവുന്നുണ്ട്. ഒരു കുറ്റബോധം പോലത്തെ ഒരു അവസ്ഥ, ഡിപ്രഷൻ പോലത്തെ ഒരു അവസ്ഥ നിങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരുന്നുണ്ട്. അതായത് റിലേഷൻഷിപ്പിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുമ്പോൾ പോലും നിങ്ങൾക്ക് അതിനെ വിട്ട് കളയാൻ പറ്റുന്നില്ല. ചില സമയത്ത് നിങ്ങൾ അതിൽ തന്നെ ഹോൾഡ് ആയി പോകണു. അതായത് ആ പേഴ്സണെ കുറിച്ച് ചിന്തിച്ചിരുന്നു പോവുക. ഐ തിങ്ക് എനിക്ക് തോന്നുന്നു ഒരു നൈറ്റ് ആകുമ്പോൾ അല്ലെങ്കിൽ ചില സമയം വരുമ്പോഴായിരിക്കാം നിങ്ങൾക്ക് ആ ഒരു എനർജി വരുന്നത്. ആ പേഴ്സന്റെ എനർജിയിൽ തന്നെ വരുന്നത്, മെമ്മറീസുകൾ കടന്നു വരുന്നത്, ഓർത്തിരിക്കേണ്ടി വരിക, ഒരു ബാക്കിയുള്ള കാര്യത്തിൽ ഒരു കോൺസെൻട്രേഷൻ കിട്ടാത്തൊരവസ്ഥയിലേക്ക് ചില സമയത്ത് നിങ്ങൾ പോകുന്നുണ്ട്. എത്രയൊക്കെ നിങ്ങളെ ഓക്കെ ആക്കാൻ ശ്രമിച്ചാലും നിങ്ങൾ ആ എനർജിയിലേക്ക് പിന്നീട് പോകുന്നുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. ബിക്കോസ് നിങ്ങൾ ഇവിടെ ഫാസ്റ്റ് ആയിട്ട് തിങ്ക് ചെയ്യുന്ന ഒരു പേഴ്സൺ ആയിട്ടാണ് കാണുന്നത്. നിങ്ങൾക്ക് പെട്ടെന്ന് ചെറിയ ചെറിയ കാര്യങ്ങളെല്ലാം തന്നെ ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്യും. നിങ്ങൾ എത്രത്തോളം ഫോർഗീവ് ചെയ്താലും അല്ലെങ്കിൽ വിട്ട് കളഞ്ഞാലും അത് നിങ്ങൾക്കൊരു ട്രോമ പോലെ അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിനെ ഇങ്ങനെ അഗെയിൻ വേദനിപ്പിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങൾക്കിങ്ങനെ ഫാസ്റ്റായിട്ട് തിങ്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സത്യം അറിയാൻ വേണ്ടിയിട്ട് ഇപ്പം നിങ്ങളുടെ പേഴ്സൺ എത്ര മാപ്പ് പറഞ്ഞു വന്നാലും സത്യം അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ പിന്നെയും അവിടെ ഫോഴ്സ്ഫുള്ളി ചെയ്തുകൊണ്ടിരിക്കും. കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ അത് അന്വേഷിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾക്കൊരു തൃപ്തി ഇല്ലാത്തതുപോലെ. ഓക്കെ, അങ്ങനത്തെ ഒരു എനർജിയാണ് നിങ്ങളുടേത്. സോ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടാകാം നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ. മേ ബി അതുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു എനർജി വരുന്നത്. നിങ്ങൾക്ക് ഇവിടെ വരുന്നൊരു ഗൈഡൻസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ പ്രോപ്പറായിട്ട് ഹാർഡ് വർക്ക് കൊടുത്തിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾ അത്രയും ജെനുവൻ ആയിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് അതിനുള്ള ഒരു റിവാർഡ്, ഒരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. സോ ഇതിനെക്കുറിച്ച് ആലോചിച്ച് നിങ്ങൾ റിഗ്രറ്റ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം എന്താ വെച്ചാൽ ഇവിടെ നൈറ്റ് ഓഫ് സോർട്സിന്റെ
നയൻ ഓഫ് സോട്സിന് എനർജി വരുന്ന സമയത്ത് നിങ്ങൾ നന്നായിട്ട് റിഗ്രറ്റ് ചെയ്യുന്നത് പോലെ കാണുന്നുണ്ട്. അത് ഭയങ്കരമായിട്ട് വറി ചെയ്യുക, റിഗ്രറ്റ് ചെയ്യുക. അത് എന്താണെന്ന് വെച്ചാൽ ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾ അത്രത്തോളം ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ആലോചിച്ചിട്ടായിരിക്കും, ടൈം ആയിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും നിങ്ങളിങ്ങനെ ഒരു കുറ്റബോധം കൊണ്ടുപോകുന്നത്. നിങ്ങൾ എങ്ങനെ വന്ന് പെട്ടു, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ചില തോട്ട്സ് നിങ്ങൾക്ക് ഉണ്ടാവുമായിരിക്കും. അപ്പം മനസ്സിലാക്കുക, നിങ്ങളതിൽ 100% കൊടുത്ത ഒരാളാണ്, ജെനുവൻ ആയിരുന്നെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് അതിനുള്ള റിസൾട്ട് കിട്ടും. പിന്നെ നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിൽ റിസൾട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഹാർഡ് വർക്ക് അത്യാവശ്യമാണ്. ഹാർഡ് വർക്ക് എന്ന് പറയുന്നത് ഈ ഇത്രയും നാളും നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തതല്ല, ഒരു ചാലഞ്ച് പോലെ ആയിരിക്കും. രണ്ടുപേരുടെ ഭാഗത്തു നിന്നും ഈക്വാലിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ ഈ റിലേഷൻഷിപ്പ് സ്മൂത്ത് ആയിട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ ഇവിടെ നിങ്ങളുടെ എനർജീനകത്ത് ഈ ഫാസ്റ്റ് ആയിട്ട് തിങ്ക് ചെയ്യുക, അല്ലെങ്കിൽ പാസ്റ്റിലെ കാര്യങ്ങൾ പിന്നെയും അന്വേഷിച്ചുകൊണ്ടിരിക്കുക. അതായത് ട്രൂത്ത് അറിയാൻ വേണ്ടി, സത്യം അറിയാൻ വേണ്ടിയിട്ട് എഗെയിൻ അത് ആ ഒരു പ്രശ്നം സോൾവ് ആയാലും അത് തന്നെ റിപ്പീറ്റ്ലി നിങ്ങളിങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ അതിലൊരു ഓക്കെ ആവുന്നത് വരെ നിങ്ങൾ അതിനെക്കുറിച്ചിട്ട് തന്നെ അതിലേക്ക് വീണ്ടും പോകും. അപ്പൊ ഇതൊക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അഗെയിൻ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അതായത് പാസ്റ്റിലെ കാര്യം കഴിഞ്ഞതാണ്, അത് പിന്നീട് പ്രസന്റ്ലി ഉണ്ടാവുന്നില്ല, നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് വിട്ടുകളയുക. ബിക്കോസ് പാസ്റ്റിൽ പോയിട്ട് അതിനെ തിരുത്താനോ അല്ലെങ്കിൽ അതിനെ എടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞിട്ട് അതിനെ ആലോചിച്ചിരുന്ന് ആൻസൈറ്റി ഒരു ഡിപ്രഷൻ അടിച്ചാലൊന്നും അവിടെ ഒരു കാര്യവും ഇല്ല എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പം നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്ന് പറയുന്നത് ഇതാണ്. ഇനി നിങ്ങളുടെ പേഴ്സന്റെ കാർഡ്സിലേക്ക് പോവാം. നിങ്ങളുടെ പേഴ്സന്റെ എനർജീനകത്ത് നമുക്ക് വിക്ടറി ആൻഡ് സക്സസും അതുപോലെ ട്രാപ്പഡ് ഇൻ ഫിയറും ആണ് വന്നിട്ടുള്ളത്. സോ ഇതിന് ക്ലാരിറ്റി എന്തായാലും എടുത്തു നോക്കാം. ബിക്കോസ് ആദ്യം ലോ എനർജി ആൻഡ് സെക്കൻഡ് കാർഡ് ഹൈ എനർജിയാണ് വന്നിട്ടുള്ളത്. എന്താണ് നിങ്ങളുടെ പേഴ്സൺ എനർജി? ക്ലാരിറ്റി, പേജ് ഓഫ് വൺസ്, മൂൺ കാർഡ്, ഹാങ്ഡ് വൺ, ബോട്ടം ഓഫ് ദ ഡെക്ക്. ഓക്കെ, ഇവിടെ ഈ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട് നിങ്ങളുടെ പേഴ്സൺ ഭയങ്കരമായിട്ട് ഓവർ തിങ്കിങ് ചെയ്തൊരു സമയം ഉണ്ടായിരുന്നു. അവർക്ക് ഈ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഒരു ഭീഷണി പോലെ ആയിരുന്നു എന്നുള്ള രീതിയിൽ. അതായത് അവർക്ക് പേടിയായിരുന്നു. ഐ തിങ്ക് എനിക്ക് തോന്നുന്നു ഒരു എക്സ്ട്രാ മരീറ്റൽ റിലേഷൻഷിപ്പ് ആയിരിക്കാം കൂടുതൽ പേരതും. അതുകൊണ്ടായിരിക്കും ഇവർ ഇത്രയും ഭയക്കുന്നത്. മേ ബി നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഫോഴ്സ് ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ നടക്കുന്നുണ്ടാകാം. അത് കോണ്ടാക്ടിന് വേണ്ടിയിട്ടുള്ളതോ അല്ലെങ്കിൽ ഒന്നിച്ച് ജീവിക്കാനുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതോ ആയിരിക്കാം. അതായത് അവർക്ക് വേറെ സിറ്റുവേഷൻസ് നിലനിൽക്കുമ്പം നിങ്ങളുടെ ഭീഷണി അല്ലെങ്കിൽ നിങ്ങളെ നിലനിർത്തുന്നത് അവർക്കൊരു ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ ഒരു പേടിയാണ് അവർക്ക്. ഇവിടെ മൂൺ കാർഡ് വന്നിട്ടുണ്ട്. ഹൈഡിങ് എനർജി ഒരുപാടുണ്ട് ഈ പേഴ്സൺ. അതായത് സത്യം പോലും അവർക്ക് നിങ്ങളടുത്ത് തുറന്നു പറയാൻ സാധിക്കില്ല, അല്ലെങ്കിൽ അവർ തുറന്നു പറയുന്നില്ല ബിക്കോസ് ഇവർക്ക് നിങ്ങളെ പേടിയായിരിക്കാം. ആൻഡ് അതുപോലെ ഭയങ്കര കൺഫ്യൂഷൻ ഒക്കെ ഉണ്ടായിരുന്നു, ആൻസൈറ്റി, ഫിയർ, ഇതെല്ലാം തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം കറന്റ്ലി ഉള്ള എനർജീനകത്ത് അവർക്ക് ആ ഒരു എനർജി റിലീസ് ആയിട്ടുണ്ട്, ഹീലിംഗ് നടന്നതായിരിക്കാം. ഈ പേഴ്സണെ സംബന്ധിച്ച് ഇപ്പം അവരൊരു ഫ്രീഡത്തിലാണുള്ളത്. ഓക്കെ, ട്രാപ്പിഡ് ഇൻ ഫിയർ എന്ന കാർഡ് ആദ്യം വരുമ്പം ഇവർ കുടുങ്ങി നിൽക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. അത് നിങ്ങളുടെ ചുറ്റുപാടിലും അപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അതിലും ഇവർ ട്രാപ്പിഡ് ആയിരുന്നു എന്നുള്ളതാണ്. അതായത് അവരുടെ മൈൻഡിൽ രണ്ടും അവർക്ക് ഭയങ്കര ഒരു സ്ട്രെസ് കൊടുത്തിട്ടുള്ള ഒരു കാര്യമാണ്. ഇവരെ തന്നെ വരുത്തി വെച്ചതായിരിക്കാം, എങ്കിലും സ്ട്രെസ് കൊടുക്കുന്ന ഒരു കാര്യമായിരുന്നു. എന്നാൽ ഇപ്പം ഈ കറന്റ്ലി ഉള്ള എനർജിയിൽ അവർക്ക് ഈ ഒരു എനർജി മാറിയിട്ടുണ്ട്. അവർക്ക് അവേക്കനിങ്, ഒരു അവയർനെസ് ഉണ്ടായിട്ടുണ്ട്, ബോധോദയം വന്നിട്ടുണ്ട്. ഒരു ഫ്രീഡത്തിലാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പൊ നിൽക്കുന്നത്. തേർഡ് പാർട്ടി ഉണ്ടെങ്കിൽ അതിന്റെ ഇതിൽ നിന്നിട്ടായിരിക്കാം ആ ഫ്രീഡം എന്ന് പറയുന്നത്. അതുപോലെ നിങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുന്നതുമായിരിക്കാം ഈ ഫ്രീഡം എന്ന് പറയുന്നത്. എന്തായാലും ഒരു ഫ്രീ സ്പിരിറ്റ് ആയിട്ടാണ് ഈ പേഴ്സൺ ഇപ്പൊ നടക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഒരുപാട് ഐഡിയാസുകൾ വരുന്നുണ്ട്. ഇവർക്ക് ചില കാര്യങ്ങളിലെല്ലാം ലിമിറ്റേഷൻസ് വെക്കാൻ പറ്റുന്നുണ്ട്. അവരുടെ ലൈഫിൽ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾക്കെല്ലാം ഒരു ലിമിറ്റേഷൻ വെക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ഇപ്പൊ പ്രോപ്പറായിട്ട് അവർ പല കാര്യവും ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, അവരുടെ തോട്ട്സ് എന്താന്നുള്ളത് നമുക്ക് നോക്കാം. പല കാര്യം അവർ ചിന്തിക്കുന്നുണ്ട്. അവർക്ക് ഐഡിയാസുകൾ, ക്രിയേറ്റിവിറ്റി, കാര്യങ്ങളെല്ലാം തന്നെ വരുന്നുണ്ട്. ഇത്രയും നാളും പോസ് എനർജിയിൽ നിന്നിട്ടുള്ള ഒരു പേഴ്സൺ ആയിരുന്നു. ഓവർ തിങ്കിങ് ഒരുപാട് ഉണ്ടായിരുന്നു. ഇപ്പം ഒരു ചേഞ്ച് ആണ് അവർക്ക് സംഭവിച്ചിട്ടുള്ളത്. ഓക്കെ, ഭയങ്കരമായിട്ട് സാക്രിഫൈസ് ചെയ്ത് നിൽക്കേണ്ട ഒരു അവസ്ഥ ഇവർക്ക് വന്നു. ഈ സാക്രിഫൈസിങ് എന്ന് പറയുന്നത് അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സംഭവത്തിൽ നിന്ന് ലെറ്റ് ഗോ ചെയ്ത് നിൽക്കുക. ഓക്കെ, അതായത് ഇപ്പൊ തേർഡ് പാർട്ടി സിറ്റുവേഷൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടായിരുന്നെങ്കിൽ ഈ പേഴ്സൺ നിങ്ങളെ വിട്ടിട്ട് അതിലേക്ക് കോൺസെൻട്രേറ്റഡ് ആയി പോവുക. ഓക്കെ, അതിലേക്ക് നിൽക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ, അവരുടെ ഒരു അവസ്ഥ, അതൊരു സാക്രിഫൈസിങ് ആണ്. സോ അങ്ങനെയുള്ള എനർജീസ് എല്ലാം ഇപ്പൊ റിലീസ് ആയിട്ടുണ്ട്. ഹീലിംഗ് നടന്നതായിരിക്കാം. അവരുടെ ലൈഫിൽ ഓവർ തിങ്കിങ് കാര്യങ്ങളെല്ലാം ഇപ്പം ഒതുങ്ങിയിട്ടുണ്ട്.
സോ നഷ്ടങ്ങളെല്ലാം തിരിച്ചെടുക്കുക എന്നുള്ളത് തന്നെയാണ് അവരിപ്പം ട്രൈ ചെയ്യണത്. ഓക്കെ, അത് ഫിനാൻഷ്യലി കാണുന്നുണ്ട്, അല്ലാത്ത കാര്യങ്ങളും കാണുന്നുണ്ട്. അപ്പം നമുക്ക് എന്തായിരുന്നു അവരുടെ തോട്ട്സ് അല്ലെങ്കിൽ അവരുടെ ഒരു പുതിയ ഐഡിയാസുകൾ, തോട്ട്സ്, കാര്യങ്ങളൊക്കെ എന്താ, നെക്സ്റ്റ് ആക്ഷൻ എന്താന്നുള്ളത് നോക്കാം. അവരുടെ തോട്ട്സ് നോക്കാം. സ്ട്രെങ്ത്തും ഹെർമിറ്റും ആണ് വന്നിട്ടുള്ളത്. ഒന്നും കൂടി എടുക്കാം. ആൻഡ് 9 ഓഫ് സോഡ്സ് ആണ് വന്നിട്ടുള്ളത്. ഓക്കെ, ഇവിടെ അവരുടെ ഒരു തോട്ട്സ് നോക്കുമ്പം ഭയങ്കര റിഗ്രറ്റിംഗ് ആണ് ഇത്. 9 ഓഫ് സോഡ്സ് വരുമ്പം റിഗ്രറ്റിംഗ്, അതുപോലെ തന്നെ കഴിഞ്ഞു പോയിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങളോട് ചെയ്തിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ അവരുടെ മനസ്സിൽ ഭയങ്കര ഒരു കുറ്റബോധം കൊടുക്കുക. ഓക്കെ, അതൊക്കെ തെറ്റാന്നുള്ളൊരു ബോധ്യമായിരിക്കും. ഓൾറെഡി അവർക്കൊരു അവയർനെസ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ റിലേഷൻഷിപ്പ് നല്ല രീതിക്ക് സ്ട്രെങ്തനിങ് ഓർ നല്ലൊരു ബോണ്ട് ആക്കണം, അല്ലെങ്കിൽ ഒരു സ്ട്രോങ് റിലേഷൻഷിപ്പ് ആക്കി കൊണ്ടുവരണം എന്നുള്ളവർ ചിന്തിക്കുന്നുണ്ട്. ആൻഡ് ഹെർമിറ്റ് വരുന്ന സമയത്ത് ഇപ്പം അവർ സൈലന്റ് ആയിട്ട് ഇരിക്കുന്നുണ്ടാകാം. അപ്പം ഈ സൈലന്റ് ആയിട്ട് ഇരിക്കുന്ന സമയത്ത് അവർ സെൽഫ് ലവ് ചെയ്യണതാണ്, അല്ലെങ്കിൽ അവർക്കുള്ളൊരു ബൗണ്ടറി സെറ്റ് ചെയ്യണതാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലിമിറ്റേഷൻസ് ഈ പേഴ്സൺ വെക്കുന്നുണ്ട് എന്നുള്ളത്. ഇത് അവർക്ക് ആവശ്യമാണ്. കാരണം നിങ്ങളുടെ ഇടയിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിട്ട് പേഴ്സൺസ് ഉണ്ട്, ആളുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ പേഴ്സൺ സെൽഫ് ലവ് ചെയ്താൽ അല്ലെങ്കിൽ സ്വന്തം മനസ്സിലാക്കിയാൽ മാത്രമേ അവർക്ക് സ്വയം ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ അവരത് ചിന്തിക്കുന്നുണ്ട്, അവർക്കത് മനസ്സിലാവുന്നുണ്ട്. ഇപ്പം കൂടുതലായിട്ടും ഇവിടെ കാണുന്ന തോട്ട്സ് നോക്കുമ്പം ഒന്ന് നിങ്ങളിലേക്കുള്ള റിഗ്രറ്റിംഗ് കാര്യങ്ങളാണ്. പാസ്റ്റിലെ കാര്യങ്ങളിൽ നിങ്ങളോട് ചെയ്തിട്ടുള്ള കാര്യങ്ങളെല്ലാം റിഗ്രറ്റ് ആകുക. അതായത് നിങ്ങളെ വേദനിപ്പിച്ചിട്ടുള്ള നിമിഷങ്ങൾ, അതുപോലെ നിങ്ങളെ തള്ളി പറഞ്ഞിട്ടുള്ള നിമിഷങ്ങൾ ഉണ്ടെങ്കിൽ അത്, നിങ്ങളുടെ അടുത്ത് വഴക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, വഴക്ക് കൂടിയിട്ടുണ്ടെങ്കിൽ, അവർ കാരണം തന്നെ നിങ്ങളെ വെറുതെ കുറ്റപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം അവരെ ഇപ്പം ഒരു പശ്ചാത്താപം അല്ലെങ്കിൽ കുറ്റബോധത്തിലേക്ക് കൊണ്ടുപോകും. അതുകൂടാതെ കാണുന്നത് ഇപ്പം എന്ത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ വന്നിട്ടുണ്ടെങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പ് വളരെയധികം സ്ട്രോങ് ബോണ്ടിങ് ആക്കുക എന്നുള്ളത്. ഓക്കെ, ഇനി ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്തുള്ള ഫീലിങ്സ്, ബാക്കി എല്ലാ തോട്ട്സും പോകുന്നത് അവരുടെ ലൈഫിലെ ആ ഒരു സെൽഫ് റെസ്പെക്ട്, അല്ലെങ്കിൽ അവർക്ക് തന്നെ ഒരു കോൺസെൻട്രേഷൻ കൊടുക്കുന്ന ഒരു എനർജിയാണ്. ആൻഡ് ഫീലിങ്സ് എന്താന്നുള്ളത് നോക്കാം. മൂൺ കാർഡ് വന്നിട്ടുണ്ട്. എഗെയിൻ മൂൺ കാർഡ്, 8 ഓഫ് കപ്സ്, നൈറ്റ് ഓഫ് പെൻഡക്കിൾ. ഓക്കെ, ബോട്ടം ഓഫ് ദ ഡക്ക് ഇവിടെ ലവേഴ്സ് കാർഡാണ് വന്നിട്ടുള്ളത്. വളരെ പോസിറ്റീവാണ്. 8 ഓഫ് കപ്സ് വരുന്ന സമയത്തും മൂൺ കാർഡ് വരുന്ന സമയത്തും ഇവർക്ക് ഒരു ഹൈഡിങ് എനർജി ഉണ്ട് എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞു. സോ ഈ ഹൈഡ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങളെ അറിയിക്കണം, എല്ലാം ഓപ്പൺ ആയിട്ട് സംസാരിക്കണം. അത് ഓപ്പൺ ആയിട്ട് സംസാരിക്കുമ്പോൾ ഇതൊരു സോൾവിങ് ആകും, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു റിലീസ് എന്നുള്ള രീതിയിൽ അവർ ചിന്തിക്കുന്നുണ്ട്. സോ അതൊരു ഫീലിങ്സിനകത്ത് തന്നെ പറയാം. ബിക്കോസ് ഈ ഹൈഡ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഓപ്പൺ ആയി പറഞ്ഞെങ്കിൽ മാത്രമേ നിങ്ങളെടുത്ത് ഇവർക്ക് ഇവരുടെ ഫീലിങ്സ് എല്ലാം തന്നെ കാണിക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. നിങ്ങളുടെ അടുത്ത് ഒരു പേടി ഇവർക്ക് ഉണ്ട് എന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ആ പേടി അവർക്ക് മാറ്റി വെക്കണം. എഗെയിൻ അവർക്ക് ഫീലിങ്സ് എല്ലാം തുറന്നു പറയാൻ ഒരു പേടിയുണ്ട്. കാരണം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നടന്നിട്ടുണ്ടാകാം. ഫസ്റ്റ് ഭയങ്കരമായിട്ടും ഫീലിങ്സും ഇമോഷൻസ് എല്ലാം കാണിച്ചിട്ട്, അത്രയും കമ്മിറ്റ്മെന്റ് കാണിച്ചിട്ട് പെട്ടെന്നൊരു ക്യാരക്ടർ ചേഞ്ച് അവർ കാണിച്ചപ്പം ഇപ്പം എഗെയിൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ എന്നുള്ളൊരു ട്രസ്റ്റ് ഇഷ്യൂ കൊണ്ടായിരിക്കാം അവര് അങ്ങനെ നിങ്ങളടുത്ത് എല്ലാം തുറന്നു പറഞ്ഞതിന് ശേഷം നിങ്ങളടുത്ത് ഫീലിങ്സ് എല്ലാം കാണിക്കണം എന്ന് വിചാരിക്കുന്നത്. ആൻഡ് 8 ഓഫ് കപ്സ് വരുമ്പം ഇവിടെ നിങ്ങളുടെ പ്രസൻസ് ആഗ്രഹിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു ലോങ് ഡിസ്റ്റൻസോ അങ്ങനെ എന്തെങ്കിലും നിങ്ങളുണ്ട്, റിലേഷൻഷിപ്പ് ബ്രേക്ക് ആയിട്ട് തന്നെ കുറേ നാളായിട്ടുണ്ട്, പ്രശ്നങ്ങൾ തുടങ്ങിയിട്ട് കുറേ നാളായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പ്രസൻസ്, ഒരു മിസ്സിങ് എനർജി ഉണ്ട്. നൈറ്റ് ഓഫ് പെൻഡക്കിളും അത് തന്നെയാണ് പറയുന്നത്. ഒരു മിസ്സിങ് എനർജി ഉണ്ട്. നിങ്ങളെ ട്രാവലിംഗ് കൊണ്ടുപോവുക, അതുപോലെ തന്നെ നിങ്ങളുടെ അടുത്ത് ഒരുപാട് സ്നേഹമുണ്ട്. ഇത് ലവേഴ്സ് കാർഡിന്റെ എനർജിയാണ്. ഒരുപാട് സ്നേഹമുണ്ട്, ഒരു അൺകണ്ടീഷണൽ ലവ്, അല്ലെങ്കിൽ നിങ്ങളോടൊരു പ്രത്യേകതരം അട്രാക്ഷൻ തോന്നുക, ഒരു മേഡ് ഫോർ ഈച്ച് അതർ പോലെ. അപ്പം ഫീലിങ്സിനകത്ത് ഒരുപാട് ഫീലിങ്സ് അവർക്കുണ്ട്. പക്ഷെ നിങ്ങളുടെ അടുത്തുള്ള ഒരു പേടി കൊണ്ടോ അല്ലെങ്കിൽ അവർ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ട് അവർക്കത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല. അത് ചെയ്താൽ നിങ്ങൾ വിശ്വസിക്കുമോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ഒരു വിചാരം കൊണ്ടായിരിക്കാം. സോ നല്ല രീതിക്ക് തന്നെ അവർക്ക് നിങ്ങളുടെ അടുത്ത് ഫീലിങ്സ് ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഇവിടെ വന്നിട്ടുള്ള സോഡിയാക് സൈൻ പറഞ്ഞുതരാം. സാജിറ്റേറിയസ്, പൈസസ് വന്നിട്ടുണ്ട്, സാജിറ്റേറിയസ് എഗെയിൻ വന്നിട്ടുണ്ട്, ലിയോ, ജെമിനി എഗെയിൻ വന്നിട്ടുണ്ട്. ഓക്കെ, ഒരു ന്യൂമറോളജിക്കലി നോക്കുകയാണെങ്കിൽ
9 എന്ന നമ്പർ ഇവിടെ റിപ്പീറ്റ്ലി വന്നിട്ടുണ്ട്. ഐ തിങ്ക് അത് 9 hours ആയിരിക്കാം, അല്ലെങ്കിൽ 9 days ഓർ 9 weeks ആയിരിക്കാം. നിങ്ങൾക്ക് അവരുടെ ഭാഗത്ത് നിന്ന് ഒരു പോസിറ്റീവ് റിസൾട്ട്. കാരണം ഈ പേഴ്സണ് നല്ലൊരു ബോധോദയവും അതേപോലെ തന്നെ നല്ലൊരു ചേഞ്ചും ഐഡിയാസുകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കിതൊരു മന്തിലേക്കൊന്നും ഈ ടൈം കൊണ്ടുപോകേണ്ട കാര്യമില്ല. കാരണം ലേറ്റ് പ്രോസസ് ആയിട്ട് ഇവിടെ കാണുന്നില്ല. അപ്പോൾ 9 മണിക്കൂറായിരിക്കാം, അല്ലെങ്കിൽ 9 weeks ആയിരിക്കാം, ഒരു ഡേയ്സ് ആയിരിക്കാം. ഓക്കെ, നിങ്ങൾക്ക് ഈ ഒരു റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. ആൻഡ് ഇനി നിങ്ങൾക്കുള്ള ക്ലൂസും കൂടി നോക്കാം. നിങ്ങൾക്കുള്ള ക്ലൂസ് ആണ് ഇത്. നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആവാം, പേഴ്സന്റെ ഡേറ്റ് ഓഫ് ബർത്ത് ആവാം, നിങ്ങൾക്കുള്ള ഇമ്പോർട്ടൻറ്റ് ഡേ ആയിരിക്കാം, നമ്പേഴ്സ് ആയിരിക്കാം, ലെറ്റേഴ്സ് ആയിരിക്കാം, നെയിമിൻ്റെ ലെറ്റേഴ്സ് ആയിരിക്കാം, ഫസ്റ്റ് ലെറ്റർ ആയിരിക്കാം. ഓക്കെ, ഇത്ര മതി. 2 കൂടി എടുത്തേക്കാം. $24 വന്നിട്ടുണ്ട്. ലെറ്റർ എച്ച് ആണ്. എഗെയിൻ ലെറ്റർ എച്ച് വന്നിട്ടുണ്ട്. ആൻഡ് 14 വന്നിട്ടുണ്ട്. 4 എന്ന നമ്പർ വന്നിട്ടുണ്ട്. എഫ് വന്നിട്ടുണ്ട്. 12 വന്നിട്ടുണ്ട്. 31, 47, ലെറ്റർ ഡി, ലെറ്റർ എം വന്നിട്ടുണ്ട്. ആൻഡ് 37 നമ്പറാണ്. ലെറ്റർ എ ആൻഡ് 19 വന്നിട്ടുണ്ട്. 9 വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ കുറച്ചേ എടുത്തിട്ടുള്ളൂ. ഇത്രയാണ് നിങ്ങൾക്കുള്ള ക്ലൂസ് എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്കുള്ള റീഡിംഗ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഇതിൽ പോസിറ്റീവ് കാര്യങ്ങൾ ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ട് ലൈക്ക് ചെയ്യുക, ഒരു സബ് ചെയ്യുക. നിങ്ങൾക്ക് റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, റെസനേറ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.